ഓക്കെ, സോ ഹായ് ഓൾ ആൻഡ് വെൽക്കം ടു ടീമേറ്റ്സ് അക്കാഡമി. സോ നമ്മളെല്ലാവരും ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഏറ്റവും ആവേശത്തോടു കൂടി കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമ്മുടെ CGL 2026 നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. സോ ഓൾറെഡി ഒരു ഫേക്ക് ഷോർട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കൺസേൺസ് ആക്കുക, റിയൽ ആണോ, നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, അങ്ങനെ കുറേ കൺസേൺസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ സെലക്ഷൻ പോസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എല്ലാവർക്കും വന്നൊരു ഡൗട്ടാണ്, ഈ പറഞ്ഞ സെക്ഷൻ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്യോ അല്ലെങ്കിൽ പുതിയതായിട്ട് അതിന് പോസ്റ്റുകളിൽ റിപ്പോർട്ട് ചെയ്യോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. സോ അങ്ങനത്തെ നമ്മുടെ എല്ലാ ഡൗട്ട്സും തീർത്തുകൊണ്ട് ഒഫീഷ്യലായിട്ട് SSCയുടെ ഭാഗത്ത് നമ്മുടെ CGL നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരുപാട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യം തന്നെ നമുക്ക് അറിയാവുന്ന പോലെ ഇന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. സോ ആപ്ലിക്കേഷൻ വിൻഡോ ഓൾറെഡി നമുക്കിപ്പോൾ ഓപ്പൺ ആണ്. സോ നെക്സ്റ്റ് മന്ത് 22 വരെയാണ് അല്ലേ, 21/5 മുതൽ 22 ജൂൺ 22 വരെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു പോസ്റ്റിലേക്ക് നിലവിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ആൻഡ് ലാസ്റ്റ് ഓൺലൈൻ ആപ്ലിക്കേഷനിലെ ലാസ്റ്റ് ഡേറ്റ് ജൂൺ 22 തന്നെയാണ്. ആൻഡ് ഒരു ദിവസം കൂടെ ജൂൺ 23 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന പോലെ ഓൺലൈൻ ഫീ പേയ്മെന്റിനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ആൻഡ് നിങ്ങളുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 29 ആയിരിക്കും. ജൂലൈ 1 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ഓപ്ഷൻസ് എന്ത് ചെയ്യാം, അതിൽ നിങ്ങളുടെ പ്രൊഫൈലും മറ്റു എന്ത് ചെയ്യാം കറക്ഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ എക്സാം ഡേറ്റ് നിങ്ങൾ നോക്കുക. എക്സാം ഡേറ്റ് നിങ്ങൾക്ക് വന്നിരിക്കുക നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈം പീരീഡ് തന്നെയാണ് അല്ലേ. ടെൻറ്റേറ്റീവ് ഡേറ്റ് പറഞ്ഞിരിക്കുന്ന ടയർ 1ന്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് ടു സെപ്റ്റംബർ ആണ്. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിലേക്കോ അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലേക്കോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് സ്റ്റിൽ നമ്മൾ ഏറ്റവും ഏർലി പോസിബിലിറ്റി നോക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക. ഓഗസ്റ്റ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഓഗസ്റ്റിൽ ഏത് പീരീഡിലും എക്സാം നടക്കാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടയർ 1 എക്സാംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, മാക്സിമം ഏർലി പോസിബിലിറ്റി എന്താണോ അത് ടാർഗറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. ആൻഡ് ടയർ 2ന്റെ ഡേറ്റ് ആയിട്ട് 2026 ഡിസംബർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഡൗട്ട് വന്ന ഒരു കേസ് എന്ന് പറയുന്നത് നമ്മളൊന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പോസ്റ്റുകളുടെ കേസിൽ തന്നെയായിരുന്നു അല്ലേ. പുതിയതായിട്ട് വരാൻ പോകുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും പ്രധാനമായിട്ടും വന്നിരുന്ന ഒരു ഡൗട്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ ആണ് നമ്മുടെ പേ ലെവൽ 8 പോസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ ഇപ്പോൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതേ ഗ്രൂപ്പ് ബി ഗസറ്റഡ് റാങ്കിൽ വരുന്ന പേ ലെവൽ 8 പോസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ AO അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സെൻട്രൽ കേഡർ, അതുപോലെ സ്റ്റേറ്റ് കേഡറിലും സെയിം പോസ്റ്റ് വരുന്നുണ്ട്. എന്താണ്, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ സ്റ്റേറ്റ് കേഡർ പോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് അല്ലേ. അപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ഈ പോസ്റ്റുകളുടെ കേസിൽ തന്നെയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് സ്റ്റേറ്റ് കേഡർ എക്സാംസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം, റീജിയണൽ ലാംഗ്വേജിൽ പ്രൊവിഷൻസ് ഉള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, ആ ഒരു സ്പെസിഫിക് റീജിയനിൽ ഈ പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, നിയമനം നടക്കുകയുള്ളൂ. ഓക്കെ, അതായത് കേരളത്തിൽ നടക്കുന്ന എക്സാം ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസിയിലേക്ക് അവിടെ ആർക്കേ പറ്റുള്ളൂ, കേരളത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആ പോസ്റ്റിലേക്ക്. അതാണ് എൻ്റെ സ്റ്റേറ്റ് കേഡർ വരുമ്പോൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ക്വാളിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, റീജിയണൽ ലാംഗ്വേജിലെ പ്രൊവിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട്. സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. സോ പുതിയതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പേ ലെവൽ 8 പോസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ പേ ലെവൽ 7 വരുന്ന പോസ്റ്റുകളുടെ കേസൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്താണ്, സെയിം പോസ്റ്റുകൾ തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കുക നമ്മുടെ ഏതൊക്കെയാണ് എല്ലാ പോസ്റ്റുകളും അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് കൂടുതൽ ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചോ. പേ ലെവൽ 7 വരുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് പറയുന്നുണ്ട്. നമ്മുടെ ഇൻസ്പെക്ടർ അല്ലേ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ പ്രധാനമായിട്ട് എല്ലാവരും നോക്കുന്ന പോസ്റ്റുകളാണ്. അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളുടെ കേസ് എല്ലാം ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ CBL സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന്റെ കേസ് പറയുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട പേ ലെവൽ 7 പോസ്റ്റുകളുടെ കേസ് എല്ലാം ഇതിൽ പറയുന്നുണ്ട്. ദെൻ ഇവിടെ പുതിയതായിട്ട് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പേ ലെവൽ 5 വരുമ്പോഴത്തേക്കും അവിടെ ഓഡിറ്റർ പോസ്റ്റുകളും കാര്യമെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ആൻഡ് ഇത് കൂടാതെ പേ ലെവൽ 4ലേക്ക് വരുന്ന പോസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തതുപോലെ തന്നെ ഏത് വരുന്നുണ്ട്, നമ്മുടെ പോസ്റ്റൽ അസിസ്റ്റന്റ് പോസ്റ്റൊക്കെ നമ്മൾ എന്താണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ പേ ലെവൽ 4 കാറ്റഗറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷ പ്രധാനപ്പെട്ട വേക്കൻസി അല്ലെങ്കിൽ പോസ്റ്റുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടൊരു മാറ്റമാണ് അല്ലേ. സോ പേ ലെവൽ 8 കാറ്റഗറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ എന്ത് ചെയ്യാം, അവിടെ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, ആൻഡ് സോ മൂവിങ് ഓൺ. യെസ്, ഇവിടെയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനിലെ മറ്റ് വേക്കൻസീസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേക്കൻസീസിൻ്റെ കേസിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 12,256 വേക്കൻസീസ് ആണ് അല്ലേ. 12,256 വേക്കൻസീസ് ആണ് നിലവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി പറയുന്ന പോലെ കുറവുണ്ടായോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ടെൻറ്റേറ്റീവ് നിങ്ങൾ ആ ശ്രദ്ധിക്കേണ്ട കാര്യം, ലാസ്റ്റ് ഇയറിൽ ഓൾമോസ്റ്റ് വന്നപ്പോഴത്തേക്ക് 14,500 പ്ലസ്, അതായത് 14,582 വേക്കൻസീസ് ആയിരുന്നു 2025 നമുക്ക് റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചെറിയൊരു വീഴ്ച എന്താണ്, കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആക്ച്വലി ഇതെന്താണ്, ടെൻറ്റേറ്റീവ് ആണ്.
കാരണം നമുക്ക് ഈ വർഷം ഓൾമോസ്റ്റ് എത്രയാണ് 40 ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വേക്കൻസി ഇത്ര റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2025 വന്നപ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് 37 ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോസ്റ്റുകളായിരുന്നു 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എന്ത് ചെയ്യുന്നത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അത് പിന്നീട് എത്രയായിട്ട് മാറി? ഓൾമോസ്റ്റ് 58 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നത് ഫൈനൽ വേക്കൻസി നമുക്ക് റിപ്പോർട്ട് ചെയ്ത് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വന്നതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വലിയ രീതിയിൽ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് 2000 സംതിങ് വന്നിട്ടുണ്ട്. അത് ഇനിയും വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടാനുള്ള സാധ്യതയാണുള്ളത്. ഓക്കെ, അതുകൊണ്ട് അതിൽ നമ്മൾ വലിയൊരു നെഗറ്റീവ് അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സോ ഇനിയും കൂടുതൽ വേക്കൻസീസ് എന്ത് ചെയ്യാം, പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായിട്ട് എന്ത് ചെയ്യാം, പുതിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞാലും ഈ വേക്കൻസി എന്താണ് ടെൻറ്റേറ്റീവ് ആണ് അല്ലേ, അതിൽ ഉറപ്പായിട്ടും എന്തുണ്ടാകും, ചേഞ്ചസ് ഉണ്ടാകും. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എന്ത് വേണ്ട, യാതൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഓക്കെ, യെസ്, ആൻഡ് മൂവിങ് ഓൺ. ഇതേ നമുക്കറിയാം ഇതിനകത്തെ ക്വാളിഫിക്കേഷൻസും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് ഒക്കെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കേസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ പറയുന്ന പോലെ എന്താണ് പോസ്റ്റുകൾ നമുക്കറിയാം, ഡിഫറൻറ്റ് കാറ്റഗറീസ്, ഓരോ കാറ്റഗറിയിലും പല ഏജ് ഗ്രൂപ്പ് വരുന്നുണ്ട്. സോ നിങ്ങൾ പ്രിഫറൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഓരോ പോസ്റ്റുകളുടെയും ഏജും കാര്യങ്ങളും നോക്കുക അല്ലേ. ഈ പറഞ്ഞാൽ എന്താണ് ഏജ് ലിമിറ്റ് 18 മുതൽ 27 വരെയുള്ള കാറ്റഗറി, ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണെന്നുള്ളതൊക്കെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 20 to 30 years. സോ അതറിയാമല്ലോ, ഓരോ പോസ്റ്റും വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഏജ് ലിമിറ്റിന്റെ കേസിൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. സോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. നമുക്കറിയില്ല പോസ്റ്റ് പ്രിഫറൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ നോക്കും. ബട്ട് സ്റ്റിൽ ഓരോ കാറ്റഗറിയിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഫൈനൽ ഏജ് ലിമിറ്റ് അവിടെ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ അവിടെ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ആ പറയുന്ന ഓരോ ഏജ് ഗ്രൂപ്പിനും വരുന്ന ഡേറ്റ് ഓഫ് ബർത്തിന്റെ ലിമിറ്റ് എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. ദെൻ ഓഫ് കോഴ്സ് ബാക്കി നമുക്ക് വേറെ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഏജ് റിലാക്സേഷൻ വരുന്ന ഓൾമോസ്റ്റ് നമുക്ക് അറിയാവുന്ന ആ ഒരു പാറ്റേൺ തന്നെയാണ്, വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. SC/ST ആണെങ്കിൽ എത്രയാണ് 5 years വരുന്നുണ്ട് അല്ലെ. SC/ST ആണെങ്കിൽ 5 years വരുന്നുണ്ട്. അതുപോലെ OBC ആണെങ്കിൽ 3 വർഷം വരുന്നുണ്ട്. അങ്ങനെ ഡിസബിലിറ്റി അല്ലെ PWD കാറ്റഗറിയിൽ 10 years വരുന്നുണ്ട്. സോ അതിലും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് 3 years 5 years എന്ത് ചെയ്യുന്നു അവിടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ അങ്ങനത്തെ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് റിലാക്സേഷൻ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. നമുക്ക് ഓൾറെഡി വന്നിരിക്കുന്ന പോലെ തന്നെ വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. പോസ്റ്റുകളുടെ കേസിലാണ് നിലവിൽ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് എന്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്തിരിക്കുക, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. ഓക്കെ, യെസ്, ആൻഡ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഇനി നമുക്ക് കൂടുതലായിട്ട് വരേണ്ട എന്താണ്, നമ്മുടെ എക്സാം പാറ്റേണിന്റെ കേസിലാണ് അല്ലെ. എക്സാം പാറ്റേണിന്റെ കേസിൽ പ്രധാനമായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. സോ അതിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ സെക്ഷണൽ ടൈമിംഗ് ഓൾറെഡി ഈ പറയുന്ന പോലെ ഏത് കേസിൽ വന്നിരുന്നു, നമ്മുടെ ഈ ഒരു കാറ്റഗറി അല്ലെ സെലക്ഷൻ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്ക് അതിൽ സെക്ഷണൽ ടൈമിംഗ് എന്ത് ചെയ്തിരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് നിലവിൽ വന്നിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാറ്റഗറിയുടെയും ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ള സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട് ഓരോ പോസ്റ്റുകളിൽ അല്ലെ. പുതിയതായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ സെൻട്രൽ കേഡറി പറഞ്ഞ പേ ലെവൽ 8 പോസ്റ്റുകളിലൊക്കെ എല്ലായിടത്തെയും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ക്വാളിഫിക്കേഷൻ അറിയാവുന്ന പോലെ തന്നെ ഗ്രാജുവേഷൻ ആണ്, അതൊരു ഓതറൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കണം അല്ലെ. അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അവിടെ നിന്നുള്ള ഒരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് വേണം, അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ പറഞ്ഞ AO പോസ്റ്റുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ അഡീഷണൽ ആയിട്ട് വരുന്ന ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസ് ഒക്കെ അഡീഷണൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കറിയാലോ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ തന്നെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട. ഇവിടെയാണ് പറഞ്ഞത് സ്റ്റേറ്റ് കേഡറിന്റെ കേസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാറ്റഗറിയും കൂടെ വരുന്നുണ്ട് അല്ലേ. ഗ്രാജുവേഷൻ കൂടാതെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, റീജിയണൽ ലാംഗ്വേജിൽ എന്തുണ്ടായിരിക്കണം, ഈ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജിൽ എന്തുണ്ടായിരിക്കണം, പ്രൊവിഷ്യൻസി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള എന്ത് വേണം, ആ ഒരു സ്റ്റേറ്റ് സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷനിൽ എന്ത് വേണം, അത് ക്വാളിഫൈ ചെയ്തിരിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ വേണം. സോ നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ടെൻഷനൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, മലയാളം ലാംഗ്വേജിൽ പ്രൊവിഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അവിടെ വരുന്നുള്ളൂ. അല്ല അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, വലിയ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല അവിടെ വരുന്നില്ല. സോ ആ ഒരു കാര്യം ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തതാണ്, അത് അങ്ങനെ തന്നെ എന്ത് ചെയ്തിരിക്കുക, ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവുക. ഓക്കെ, യെസ്. പിന്നെ നമ്മുടെ JSOയുടെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാ പോസ്റ്റുകളുടെയും ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. സോ അവിടേക്ക് വരുമ്പോൾ നമുക്ക് അറിയില്ല, ഈ പറഞ്ഞ മാത്തമാറ്റിക്സിലെ അല്ലെങ്കിൽ എന്താണ് എക്കണോമിക്സിലേക്ക് ഡിഗ്രിയുടെ കേസൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്തിരിക്കുക, ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. ഓക്കെ, ഇവിടെ മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് പറയുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ അല്ലേ. ബാക്കി എല്ലാത്തിനും നമുക്കറിയാം കോമൺ ആയിട്ട് ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു കോമൺ ക്വാളിഫിക്കേഷൻ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. യെസ്, ആൻഡ് മൂവിങ് ഓൺ. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ പ്രധാനമായിട്ട് നിങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ കേസിൽ തന്നെ ആയിരിക്കും, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എക്സാം പാറ്റേണിൻ്റെ കേസിലൊക്കെ ആയിരിക്കും. ഒരുപാട് പേർക്കും ഈ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആവേണ്ട. ഓൾറെഡി നമ്മുടെ സെലക്ഷൻ പോസ്റ്റിൻ്റെ കേസ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു അല്ലേ. സെലക്ഷൻ പോസ്റ്റ് കേസ് വന്നപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ പറയുന്ന പോലെ എന്താണ്, നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന വരെ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. കാര്യം ക്വാളിഫയിങ് സ്റ്റേജിൽ അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്കൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒഫീഷ്യലായിട്ട് ഒരു അറിയിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാനില്ല, ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അടിക്കാനായിട്ട് നമുക്ക് വരുന്നില്ല.
സോ അപ്പോൾ ഓൾറെഡി എക്സാമിന്റെ കേസിൽ എല്ലാവർക്കും ഡൗട്ട് വരുന്നുണ്ട്. അത് കൂടാതെ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റീജിയൺസ് ഏതൊക്കെയാണെന്നുള്ളത്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റീജിയൻസ് ഏതൊക്കെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാനായിട്ട് എക്സാമിനേഷൻ സെന്റേഴ്സ് പറയുന്നുണ്ട്. സോ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എന്താണ് ഓരോ സെന്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് പറയുമ്പോഴും ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു കാര്യം നിങ്ങൾ നോക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സെയിം റീജിയൻ, ഓക്കെ, നിങ്ങൾ ആ 3 സെന്റേഴ്സ് 3 സെന്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന പോലെ ഒരു പ്രയോറിറ്റി ഓർഡറിൽ കൊടുക്കാനായിട്ട് പറ്റും. ആ കൊടുക്കുന്ന ടൈമിൽ ഒരു സെയിം റീജിയനുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, കൊടുക്കാൻ പറ്റൂ എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഈ പറയുന്ന പോലെ നമ്മുടെ ആപ്ലിക്കേഷന് കൊടുക്കുന്ന ആ സെന്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ. യെസ്, ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം എക്സാം പാറ്റേണിലെ ചേഞ്ചസ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. സോ സെക്ഷണൽ ടൈമർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് അവിടെ നിന്ന് തന്നെ നമുക്ക് ധൈര്യം എന്ത് വന്നിട്ടുണ്ട്, ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് അറിയാവുന്ന 2 സ്റ്റേജ് ആയിട്ടാണ് നമ്മുടെ CBT നടക്കുക അല്ലേ. CBT നമുക്ക് എന്താണ്, നമുക്ക് ടയർ 1 എക്സാമും ഉണ്ടായിരിക്കും, ദെൻ നമുക്ക് എന്തുണ്ടായിരിക്കും, ടയർ 2 എക്സാംസ് അല്ലേ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടയർ 1 ആൻഡ് ടയർ 2 എക്സാംസ് നമുക്ക് നടക്കും. സോ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോ സെക്ഷൻസ് നമുക്ക് നോക്കാം അല്ലേ. സെക്ഷൻസ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്, ടയർ 1 എക്സാമിനേഷൻ്റെ സ്കീമിൽ വരുമ്പോൾ നമുക്കറിയാം മാർക്ക് അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാറ്റഗറിയിലും പറയുന്നുണ്ട്. 25 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഓരോ സബ്ജക്റ്റിനും വരിക. 25 മാർക്കാണ് വരിക, 2 മാർക്ക് വീതം. സോ ഓരോന്നിനും 50 മാർക്ക് വീതമാണ് എന്ത് ചെയ്യുക, ഓരോ പാർട്ടിനും ഓരോ സബ്ജക്റ്റിനും നമുക്ക് എന്ത് ചെയ്യുക, മാർക്ക് വരിക അല്ലേ. നമുക്ക് GK നമ്മുടെ റീസണിങ് പാർട്ട് വരുന്നുണ്ട്, ദെൻ നമ്മുടെ ജനറൽ അവയർനെസ് പാർട്ടിന് 50 മാർക്സ് ആണ്. QA നമ്മുടെ മാത്സ് വരുന്നുണ്ട്, ദെൻ ഇംഗ്ലീഷും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 50 മാർക്സിന് വരുന്നുണ്ട്. സോ ഇവിടെ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെക്ഷണൽ ടൈമിങ്ങിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സോ CJL ടയർ 1 നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ടയർ 2ലേക്ക് വരുമ്പോൾ ഒരു മെറിസ്റ്റേജിന്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ടയർ 1 എന്ത് ചെയ്തിരിക്കുകയാണ്, CJL എക്സാമിന് സെക്ഷണൽ ടൈമിംഗ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ. അതായത് ഈ പറയുന്ന പോലെ ഓരോ സബ്ജക്റ്റിനും എത്രയാണ്, 15 മിനിറ്റ് വീതമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സെക്ഷണൽ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 1 hour ആണ് ടൈം. അതിൽ ഓരോന്നിനും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന പോലെ 15 മിനിറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സെക്ഷണൽ ടൈമിംഗ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കേസാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ. ആൻഡ് നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് അറിയാവുന്ന പോലെ എത്രയാണ്, 0.5 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്യുക, നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ വരിക. സോ ടയർ 1നും എന്തുണ്ട്, സെക്ഷണൽ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന കാര്യം അത് തന്നെയായിരുന്നു. സെലക്ഷൻ പോസ്റ്റിന് ഒരു കാര്യം വന്നപ്പോൾ ഇനി വരാൻ പോകുന്ന CJLനോ CHSLനൊക്കെ ഒരു വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതായിരുന്നു. സോ അന്ന് നമ്മൾ പറഞ്ഞത് ക്വാളിഫയിങ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളതായിരുന്നു. ബട്ട് സ്റ്റിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, അത് ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി മറ്റ് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. SSC എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, 15 മിനിറ്റ്സിൻ്റെ സെക്ഷണൽ ടൈമിംഗ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, യെസ്. ആൻഡ് മൂവിങ് ഓൺ, നമുക്കിനി എന്തിലേക്ക് പോകാം, നമ്മുടെ ടയർ 2ൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക്, ടയർ 2 എക്സാംസിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെയും ഈ പറയുന്നത് എന്താണ്, സെക്ഷണൽ ടൈമിംഗ് എന്താണ്, ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് അല്ലേ. അവിടെയും സെക്ഷണൽ ടൈമിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറിയാം, നമുക്ക് ഓരോ പേപ്പറായിട്ട് വരുമ്പോഴത്തേക്ക് അല്ലേ, സെക്ഷൻ നമ്മുടെ എന്താണ്, ടയർ 2 വരുമ്പോഴത്തേക്ക് പേപ്പർ 1 വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, മാത്സ് വരുന്നുണ്ട്, റീസണിങ് പാർട്ടും ഒക്കെ വരുന്നുണ്ട് അല്ലേ. മാത്സ് റീസണിങ് പാർട്ടൊക്കെ നമുക്ക് അവിടെ വരുന്നുണ്ട്. അവിടെ നമുക്ക് ഇതുപോലെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, സെക്ഷണൽ ടൈമിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓരോ സബ്ജക്റ്റിനും എത്രയാണ്, 30 മിനിറ്റ്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സബ്ജക്റ്റിന് എത്രയാണ്, 30 മിനിറ്റ്സ് ആണ് ഇവിടെ സെക്ഷണൽ ടൈമിംഗ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാ ടയർ 1ലും ടയർ 2ലും എല്ലാം നിലവിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, സെക്ഷണൽ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മനസ്സിലാക്കാനായിട്ട് പറ്റുക അല്ലേ. ആൻഡ് ഇവിടേക്ക് വരുമ്പോൾ സെക്ഷൻ 2ലേക്ക് വരുമ്പോൾ അല്ലേ, സെക്ഷൻ 2ലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് വരിക, ഇംഗ്ലീഷ് ആൻഡ് GK പാർട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. ഇവിടെ ഏതാണ്, ഇംഗ്ലീഷും അതുപോലെ തന്നെ GK പാർട്ടുമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആൻഡ് അവിടേക്ക് വരുമ്പോൾ എന്താണ്, സെക്ഷണൽ ടൈമിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. യെസ്, സബ്ജക്റ്റ് എക്ക് അതായത് ഇംഗ്ലീഷിന് എത്ര മാർക്കാണ്, 40 മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അവിടെ ശ്രദ്ധിക്കുക, സെക്ഷൻ 2 എന്ന് പറയുമ്പോൾ ഈക്വൽ ടൈമിംഗ് അല്ല വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിന് എത്രയാണ്, ഇംഗ്ലീഷിന് 40 മിനിറ്റ്സും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ GK പാർട്ട് BA എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ അവയർനെസ് പാർട്ടിന് എത്ര മിനിറ്റ് ആണ്, 20 മിനിറ്റുമാണ് എന്ത് ചെയ്തിരിക്കുക, അവിടെ സെക്ഷണൽ ടൈമിംഗ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്രയാണ് ടൈം എന്നുള്ളത് നോക്കണം. നമ്മൾ മറ്റേടത്ത് മാത്സ് റീസണിങ് പോലെ 30 മിനിറ്റ്സ് ആയിട്ട് അല്ല എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം അല്ലേ. 30 മിനിറ്റ് വീതമായിട്ട് അല്ല എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. 40 മിനിറ്റ് ആണ് ഏത്, 40 മിനിറ്റ് ഇംഗ്ലീഷിനും 20 മിനിറ്റ് ഏതിനുമാണ്, ഈ പറയുന്ന പോലെ GKക്കുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ സെക്ഷണൽ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് മൂവിങ് ഓൺ,
യെസ്, നമ്മുടെ സെക്ഷൻ 3 വരുമ്പോഴത്തേക്ക് അല്ലെ കമ്പ്യൂട്ടർ നോളജിന്റെ കമ്പ്യൂട്ടർ നോളജ് വരുമ്പോഴത്തേക്കും നമുക്ക് അത് സെക്ഷൻ 4 വരുമ്പോഴത്തേക്ക് അവിടെ ഏതും വരുന്നുണ്ട്, ഇവിടെ ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റും വരുന്നുണ്ട്. അവിടെ 2 കേസും വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട കേസ് എന്താണ്, ഡേറ്റ എൻട്രിക്കും അതുപോലെ എന്താണ് സെക്ഷൻ 4നും കൂടിയിട്ട് സെക്ഷണൽ ടൈമിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 15 മിനിറ്റ്സ് ആണ് കേട്ടോ. ഓരോ സെക്ഷനും എത്ര മിനിറ്റ് ആണ്, 15 മിനിറ്റ്സ് ആണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? സോ ഇതാണ് കേട്ടോ. അപ്പോൾ ടയർ 1നും ടയർ 2നും നിലവിൽ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്, സെക്ഷണൽ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് സ്റ്റേജിൽ എങ്ങനെയാണ്, ഓരോ സെക്ഷനും നമുക്ക് എത്രയാണ്, 15 മിനിറ്റ്സ് ആണ്. 1 അവർ എന്നുള്ളത് ഓരോ സെക്ഷനും 15 മിനിറ്റ്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ടയർ 2ലേക്ക് വരുമ്പോൾ മാത്സ് റീസണിംഗ് പാർട്ടിന് എത്ര തന്നെയാണ്, 30 ഈക്വൽ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് സെക്ഷൻ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഏതാണ്, GK പാർട്ട് വരുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിന് 40 മിനിറ്റ്സ് ആണ്. GK എത്രയാണ് നമുക്ക് വരുന്നത്, GK നമുക്ക് ഈ പറയുന്ന പോലെ 20 മിനിറ്റ്സ് ആണ് GK കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ടൈം വരിക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന മാറ്റങ്ങൾ എക്സാമിൻ്റെ കേസിൽ. അപ്പോൾ സെക്ഷണൽ ടൈമിൻ്റെ കേസിൽ വന്നിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്, നമുക്കറിയാം നല്ല പേപ്പർ 2 ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താണ് JSOടെ പേപ്പറിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയും ടൈമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അവിടെ നമുക്ക് ബാക്കി വലിയ ചേഞ്ചസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, സോ ഇതാണ് ഓരോ സെക്ഷനും വന്നിരിക്കുന്ന ടൈമിലെ ചേഞ്ചസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. ആൻഡ് സോ മൂവിങ് ഓൺ, നമ്മുടെ സെക്ഷണൽ ടൈമിങ്ങിന്റെ കേസിൽ ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. ടൈമിങ്ങിന്റെ കേസിലാണ് ഇഷ്യൂ വന്നിരിക്കുന്നത്. ബാക്കി സെക്ഷൻ വൈസ് നമുക്ക് എന്താണ് ഈ പറയുന്ന പോലെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. സോ സെക്ഷണൽ കട്ട് ഓഫിന്റെ കേസിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. 30% കേസ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ തന്നെയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ആ ടൈമിങ്ങിന്റെ കേസിലാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, യെസ്, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്തവണത്തെ SSC നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം സെക്ഷണൽ ടൈമിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞത്. പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. പേ ലെവൽ 8 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ഹയർ ലെവൽ എന്താണ്, ഈ പറഞ്ഞ ഇതെന്താണ്, സാലറീസും കാര്യങ്ങളൊക്കെ വരുന്ന പോസ്റ്റ് തന്നെയാണ്. ആൻഡ് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ എന്താണ്, പുതിയ മാൽ പ്രാക്ടീസ് റൂൾ, അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് ഈ പറഞ്ഞ മാൽ പ്രാക്ടീസും കാര്യങ്ങളും എന്താണ്, വലിയ രീതിയിൽ സ്ക്രൂട്ടിനി ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സർവേലൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. സോ അങ്ങനത്തെ കേസിലുണ്ടാകുന്ന മാൽ പ്രാക്ടീസിന് വരുന്ന കേസ് എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്, അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു CGയിലായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ടത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സും നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ബാക്കി സെക്ഷൻസും എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഇനി വരാൻ പോകുന്ന എക്സാംസിനായിട്ട് ഇമ്പോർട്ടൻ്റ് ക്ലാസ്സുകളും കണ്ടന്റും എല്ലാം നമ്മുടെ ചാനൽ ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ചാനൽ കാണുന്നവർ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് ഡൗട്ട് ക്ലിയറിംഗ് അല്ലെങ്കിൽ വെബിനാഴ്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനൽ ത്രൂ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അത് അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും മിസ്സാകാതിരിക്കാനായിട്ട് ഉറപ്പായിട്ടും നമ്മുടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. സോ എന്ത് നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ നിങ്ങൾ അറിയുന്നതായിരിക്കും. സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഇനി വരുന്ന വീഡിയോസ് നമുക്ക് കാണാം. സോ ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്, സീ യു.